ചർച്ച എവിടെ എത്തിയിട്ടുണ്ട്? എന്റെ മൗലവി ഈ ദുന്യാവിലൊന്നല്ലല്ലോ. മൂപ്പരിപ്പ തന്നെ പരലോകത്തെത്തിയ കോലത്തിലാ. എന്റെ വിഷയം അതൊന്നുമല്ല, അതൊന്നും കേൾക്കണ്ട. ഞങ്ങൾക്ക് കിട്ടേണ്ടത് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയേ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒരു സീറ്റ് വേണം എന്ന് ഞങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ നേതാവിനോട് പറയാൻ പറ്റുമോ? പറ്റുകയില്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ. സ്വർഗമൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. ഇപ്പൊ ഞങ്ങൾ വലിയതാ പിടിച്ചിരിക്കുന്നത്. സ്വർഗവുമല്ല, അതിനപ്പുറം സ്വർഗത്തിലെ ഏറ്റവും വലിയ സ്ഥാനം. മൗലവി, സ്വർഗത്തിലെത്താതെ സ്വർഗത്തിലെ വലിയ സ്ഥാനം കിട്ടൂല. അതുകൊണ്ട് ചോദ്യം എന്താ അതിനൊരു മറുപടി പറയാത്തത്? ഇങ്ങോട്ട് ചോദിക്കാണ്, എന്നിട്ടതൊന്ന് അവസാനിപ്പിച്ചു തരൂ. അത് വ്യവസ്ഥ എഴുതുമ്പോ നോക്കണം. വ്യവസ്ഥ എഴുതുമ്പോ നോക്കണ്ടേ? അത് ഉറക്കി വ്യവസ്ഥ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ പോയത്തും ചോദിക്കാറില്ലല്ലോ. കായ്ക്കൊടി വന്നിട്ട് വ്യത്യസ്തമായ സനത് ചോദിച്ചു. ഞങ്ങളൊരൊറ്റ സനതയെ ചോദിച്ചിട്ടുള്ളൂ. പറഞ്ഞു അത് ഇല്ല, അത് ദ്വൈഫാണെന്ന് സമ്മതിച്ചു. ഈ ചെറിയ കുട്ടികളെ മുമ്പിൽ വരെ ഈ വയസ്സായ ആളുകൾ നിങ്ങൾ തകർന്ന് തരിപ്പണമാവുമെങ്കിൽ ഇതാണോ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനമെന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓ പ്രവർത്തകരെ, ഉദ്ധരിക്കുന്ന ഹദീസുകളെ മുഴുവൻ കഥ ഇതാണ്. അതുകൊണ്ട് തന്നെ എന്റെ ചോദ്യം ആവർത്തിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം എന്ന് ചോദിക്കാൻ പറ്റുമോ? എന്ന് പറയാൻ പറ്റുമോ? അതൊന്ന് പറയണം നിങ്ങൾ. എന്നിട്ട് ബാക്കി ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമല്ലത്. ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറയണം. ഒപ്പുള്ള ആൾ പോകുന്നുണ്ടോ വരുന്നതൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട്. കാര്യമൊന്നുമില്ല മക്കളെ. ഈ ഹദീസ് മുസ്ലിമിന്റെ ഹദീസ്, ആ ഹദീസിനെ വിശദീകരിക്കുന്ന വേറെ ഹദീസ് ഉണ്ടോ? വേണ്ട. മുസ്ലിമിന്റെ ഹദീസ് തന്നെ ധാരാളമാണ്. ഇല്ലാഞ്ഞിട്ടല്ല. മുസ്ലിം എന്താ പറഞ്ഞത്? അതിന് മറുപടി പറയും.